കർത്താവിൻ്റെ കൈ വന്നാൽ, സ്പർശിച്ചാൽ, തൊട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കരത്തെപ്പറ്റി പ്രാരംഭ ദിവസം ചുരുക്കമായിട്ടൊന്ന് ചിന്തിച്ചു. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ കരമാണ്, എതിർക്കുന്നവർക്ക് ഇത് ന്യായവതികളുടെ കരമാണ്. എന്നെ കേൾക്കുന്നവർക്കും ഇവിടെയുള്ളവർക്കും മറ്റു കുടുംബങ്ങളിൽ പാർക്കുന്നവർക്ക് ആർക്കും ഈ കരം ന്യായവതിയാകരുത്, ഇത് അനുഗ്രഹത്തിൻ്റെ കരമാകും. യാക്കോബിനെ ഈ കരസ്പർശനം ഉണ്ടായി. ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തും. രാത്രിയിൽ യാക്കോബിനെ ദൂതനുമായുള്ള മൽപ്പിടുത്തത്തിൽ ഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. അങ്ങനെ തുടയുടെ തടം തൊട്ടു, കൈകൊണ്ടൊന്ന് തൊട്ടു. പഴയ നിയമ ഭാഗത്ത് പല സ്ഥലത്തും ദൂതൻ 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 എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പഠിച്ചാൽ സർവജ്ഞനായ ദൈവം തന്നെ. എല്ലാ ഭാഗത്തുമല്ല, ചില ഭാഗത്ത് സന്ദർഭോചിതമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും. അപ്പൊ സർവജ്ഞനായ ദൈവം തൻ്റെ തൃക്കൈ കൊണ്ട് യാക്കോബിനെ തൊട്ടു. യാക്കോബിനെ തൊട്ടപ്പോൾ സംഭവിച്ച കാര്യവും നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തി. ഏശാവിന് മാനസാന്തരം വന്നു. 10-20 കൊല്ലമായിട്ട് യാക്കോബിനെ എപ്പോൾ കണ്ടാലും വെട്ടുവെന്നും പറഞ്ഞ് നിൽക്കുക. പക്ഷേ യാക്കോബിന് ദൈവം തൊട്ടപ്പോൾ ഏശാവിന്. നമുക്ക് വിരോധമായിട്ട് ആരെങ്കിലും മന്ത്രിക്കോ ചിന്തിക്കോ പറയുകയോ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കും? നിങ്ങൾ പെന്തിക്കോസുകാർ പറ. നമുക്കെതിരായിട്ട് ഒരാളുണ്ട്, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, പറയുന്നു, ചിന്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്ന? പറ. അത് പറഞ്ഞേ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുള്ളൂ. അത് നമ്മൾ രണ്ടും പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ സൂക്ഷം അത് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. ഒരു ഭാവത്താന ആടാ. ഒരു സിംഹഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കും, ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവം അവനെ സന്ദർശിക്കണം. ഈ ഉപവാസം തീരുന്നതിന് മുന്നേ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കരുത്. എൻ്റെ പരമാർത്ഥം നീ അറിയുന്നു, നീ എന്നെ നല്ലതുപോലെ അറിയുന്നു. ദൈവം ഇതാരാന്ന് വെളിപ്പെടുത്തണം. നമ്മൾ വാക്യമൊക്കെ കണക്ട് ചെയ്യും. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളുമല്ല അങ്ങനെ. അതല്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ അങ്ങ് തന്നെ എന്നെ ഒന്നുകൂടെ തൊടണം. യാക്കോബിന് ദൈവം തൊട്ടപ്പോൾ ഏശാവിന് വ്യത്യാസം വന്നു. അയലത്തുകാർ നിനക്കെതിരെ പ്രതികൂലമാണ്, അവരെ തൊടാൻ പ്രാർത്ഥിക്കണ്ട, നീ അകത്തിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഒന്നുകൂടെ തൊടണേന്ന്. അന്നേരം അവനും വ്യത്യാസം വരും. സ്തോത്രം. അമ്മായിയമ്മ എതിരാണെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ തള്ളേ തൊടണേ, തള്ളേ തൊടണേ, ഈ ദിവസങ്ങളിൽ തൊടണേ. അതല്ല പ്രാർത്ഥന. നീ നിന്നെ തൊടാൻ പ്രാർത്ഥിക്കരുത്, ദൈവത്തോട്. മരുമകള് പ്രശ്നക്കാരിയാണെങ്കിൽ അമ്മായിയമ്മ എൻ്റെ അപ്പച്ചാ അവളെ സന്ദർശിക്കണം, ഞാനും ആ പിള്ളേരും താമസിച്ചപ്പം ഒരു കുഴപ്പമില്ല, ഇവളെന്ന് കാലുകുത്തി അന്ന് മുതൽ ഈ വീട് കലക്കാൻ തുടങ്ങിയതാ, ദൈവം അവളെ സന്ദർശിക്കണം, സ്വസ്ഥത കൊടുക്കരുത്. ഇന്ന് രാത്രി തള്ളേ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കരുേ, ദൈവമേ എന്നെ തൊടണേന്ന് പ്രാർത്ഥിക്കരുേ. ഭർത്താവ് ഇടങ്കേടാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ തൊടാനല്ല, ദൈവമേ എന്നെ തൊടാൻ ഭാര്യ പ്രാർത്ഥിക്കരുേ. ഭാര്യ ഇടങ്കേടാനെ ഭർത്താവ് പ്രാർത്ഥിക്ക്, ദൈവമേ അവളെ തൊടാനല്ല എന്നെ തൊടാൻ പ്രാർത്ഥിക്ക്. യാക്കോബിന് ദൈവം തട്ടപ്പോൾ ഏശാവിന് വ്യത്യാസം. വിശ്വാസി ഇടങ്കേടാണെങ്കിൽ ഉപദേശിച്ച് പ്രാർത്ഥിക്കേണ്ട വിശ്വാസിയെ തൊടാനല്ല, ഇവിടെ സ്റ്റേജായിരുന്നു പ്രാർത്ഥിക്കേണ്ട, ദൈവമേ എന്നെ ഒന്നുകൂടെ തൊടണേ, എന്നെ സ്പർശിക്കണേ. എന്നെ സ്പർശിച്ചാൽ മതി, നിങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും. ഉപദേശിമാർ ഇവിടെ നിന്ന് മറിപ്പാണെങ്കിൽ നിങ്ങൾ ദൈവമേ പാസ്റ്റർ ഈ ദിവസങ്ങളിൽ ഈ ഉപവാസം കഴിയുന്നതിന് മുന്നേ 15-ാം തീയതിക്കകം ദൈവം സന്ദർശിക്കണം. സ്തോത്രം. നിങ്ങളെ തൊടാൻ പ്രാർത്ഥിക്കും. നമുക്കെല്ലാം മറ്റുള്ളവരെ തൊടുന്നത് കാണാനാണ് ഇഷ്ടം. എന്നാൽ യാക്കോബിനെ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ഏശാവിന് വ്യത്യാസം ഉണ്ടായി. ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത്, കഴുത്തി വീണ് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് രണ്ടുപേരും കരഞ്ഞെന്ന. കണ്ട കൊല്ലുവെന്നും പറഞ്ഞു നിന്ന രണ്ടുപേരും ഇപ്പം ദൈവം പ്രവർത്തിക്കുമ്പോ ഇങ്ങനെയൊക്കെയാ. ഇങ്ങനെ മാത്രമല്ല യാക്കോബിന്റെ പേര് മാറ്റി, നിന്റെ പേരിനി ഇസ്രായേൽ. യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. ഇന്നലെ നമ്മൾ പാടിയതാ, ഒന്നുകൂടെ പാടിക്കോ. എന്നെ അനുഗ്രഹിക്ക ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്ക, എന്നെ അനുഗ്രഹിക്ക ദയവായിപ്പോൾ എന്നെ അനുഗ്രഹിക്ക.
ഇന്നു വിടുകയില്ല. മതി വിടണ്ട. അപ്പോൾ യാക്കോബിനെ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന്, പേര് മാറി, പ്രകൃതി മാറി, വിരോധമായി നിന്നവരെല്ലാം അനുകൂലപ്പെട്ടു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യാക്കോബിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ കുറുവാക്യം അതാ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ആ കരം നമ്മെ ഒന്ന് സ്പർശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓടിച്ച് പറയാം. രണ്ട്, ഞാൻ ഇങ്ങനെ ദൈവസേനയെ ആഗ്രഹിക്കുന്നത് ഈ വിഷയം ഒന്ന് പെട്ടെന്ന് തീർത്തേച്ചേ, വേറെ ചില കാര്യങ്ങൾ കൂടെ സമയമുണ്ടെങ്കിൽ നമ്മൾ അതിഥികളായിട്ട് ദൈവദാസന്മാരെ വിളിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സംസാരിക്കണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചിലരെ വിളിച്ച് നേരിട്ട് പറയാനുണ്ട് കുറച്ചേറെ സമയം പ്രസംഗിക്കണമെന്ന്. സ്തോത്രം. ഇഷ്ടംപോലെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയല്ലയോ നമ്മൾ. സ്തോത്രം. ഞങ്ങൾ പണ്ട് ഗൾഫിലാണ് ഒരു യോഗത്തിന് കൂടിയപ്പോൾ ഞാനും ആ യോഗത്തിനുണ്ട്. അപ്പോൾ ഒരു ദൈവദാസൻ ഒരു വാക്യം വായിച്ചു. ഇപ്പോൾ ഓർക്കുന്നു, പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവം അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഈ കുറുവാക്യം വായിച്ചു പുള്ളി 4 ദിവസം പ്രസംഗിച്ചു. അപ്പോൾ സഭയിലൊരു അമ്മാമ്മ ചോദിച്ചു, തീർന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഉടനെ ചോദിച്ചു, എല്ലാം നുണയും നീക്കണമെന്ന അമ്മാമ്മ അതെല്ലാം നീക്കിയോ എന്ന് ചോദിച്ചു. പുള്ളി ആത്മാവിൽ അങ്ങ് ചോദിച്ചതാ, ഈ തള്ള നുണ പറയുന്ന തള്ളയാ കണ്ടോ. ആദ്യം കേട്ടതൊന്ന് ക്രമീകരിക്കേ, കേട്ട വിഷയത്തിൽ വചനം കേൾക്കുകയല്ലോ, അതൊക്കെ ഒന്ന് ക്രമീകരിച്ചേ. സ്തോത്രം. ഓരോ വചന ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണം. അതാ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. 2, അറിവുള്ള വാക്യമാ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചേ. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. ആ പദമാ തട്ടി. യാക്കോബിനെ നിങ്ങൾ പറ, യാക്കോബിനെ തൊട്ടു. ഈ കക്ഷീനെ തട്ടി. ആരെയാ തട്ടിയത്? ഏലിയാവിനെ. സ്തോത്രം. യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. ഒരുത്തനെ തൊട്ടു, ഒരുത്തനെ. ദൈവത്തിനറിയാം ഓരോരുത്തരെ എങ്ങനെയാ ബലപ്പെടുത്തേണ്ടത്. യാക്കോബിനെ തൊട്ടടനെ പുള്ളി ക്ലിയറായി. ഏലിയാവിനെ തൊട്ടാൽ ശരിയാകുകയില്ലെന്നറിയാം. അതിനാ തട്ടി. ദൂതം വന്ന് 2-മതും തട്ടിയെന്ന. ഈ കക്ഷി പേടിച്ച് അരണ്ട് കിടക്കുക. പേടിച്ചു. ചരിത്ര പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം, വിസ്തരിക്കുന്നില്ല. ഞാൻ പോയിന്റ് മാത്രം അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇസബേലിനെ പേടിച്ച് ഇസബേലിന്റെ പ്രവാചകന്മാരെയെല്ലാം കൊന്ന വാർത്ത കേട്ട് ഈ സ്ത്രീ പറഞ്ഞു, അവരിൽ ഒരുത്തനെ പോലെയാക്കും ഞാൻ ഏലിയാവിനെ. ഈ കാര്യം കേട്ട ഏലിയാവ് ഭയപ്പെട്ടെന്ന അങ്ങനെ ഒരു പദമുണ്ട് അവിടെ, ഇല്ലേ? ഏലിയാവ് അവൻ ഭയപ്പെട്ടു. അപ്പൊ ചിലർക്ക് ഒരു ചിന്ത വരും, പുറകിലത്തെ സംഭവം പഠിച്ചാൽ ഒരു ഭയവും ഇല്ലാത്ത ആളാ. രാജാവിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞുമഴ. കൊട്ടാരത്തിൽ ചെന്ന് പുള്ളിയുടെ മുഖത്ത് നോക്കിയാ ഒന്ന് പറയാമോ? വാർഡ് മെമ്പറെ കാണുമ്പോൾ നീ വിളകൂല്ല. ചിലര് പഞ്ചായത്ത് മെമ്പറെ കാണുമ്പോൾ മെമ്പർ വരുന്നു. ഇതൊരു രാജ്യത്തിന്റെ രാജാവിനോടാ പറഞ്ഞത്. നേരിട്ട് എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യശാലിയാ. ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് തീയിറക്കിയ ആളാ. ബാലന്റെ അശേരയുടെ പ്രവാചകന്മാർ ചാടിപ്പോകരുത്, പിടിച്ചോ, എല്ലാത്തിനും കണ്ടിക്കാൻ പറഞ്ഞതാ. എന്തോ ധീരത, എന്തോ ധൈര്യമാ. സ്തോത്രം. ധീരനായ മനുഷ്യനാ. പക്ഷെ ഇവിടെ വായിക്കുന്നത് ഭയപ്പെട്ടെന്നാ. അതിനെപ്പറ്റി വേദ പഠിതാക്കൾ പറയുന്ന ഒരു അഭിപ്രായം, ഈ ഭയം വരാൻ കാര്യം ഇസബേലാ ഇത് പറഞ്ഞത്, അല്ലേ? 19-1 മുതൽ വായിച്ചേ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചത്. ഇസബേല് അമ്മാമ്മ
നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല. അപ്പൊ ഈ കാര്യം കേട്ട് ഏലിയാവ് ഭയപ്പെട്ടെന്നാ. എന്റെ കാരണം വേല പഠിതാക്കൾ ചെല്ലി പറഞ്ഞ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ക്ഷുദ്രക്കാരിയ, ആഭിചാരം ചെയ്യുന്നവളാ. അതുകൊണ്ടല്ലോ യേഹൂ ഇസ്രായേലി വന്നപ്പോൾ യോരാം ചോദിച്ചു, യേഹൂവേ സൗഖ്യമാണോ? അപ്പോൾ പറഞ്ഞു, എനിക്കോ? നിന്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രപ്രയോഗം, കൂടോത്രം, മനസ്സിലാകാനാ കൂടോത്രം വന്ന്. ഈ ആവശ്യമില്ലാത്ത പണിയുണ്ടല്ലോ ക്ഷുദ്രപ്രയോഗം, ഇതിങ്ങനെ ഓടികൊത്തി വാടുമ്പോൾ എനിക്ക് സ്വസ്ഥത വല്ലതും കിട്ടുമോ? അപ്പൊ ഇവിടെ ക്ഷുദ്രം ചെയ്യുന്നവളാ, ആഭിചാരക്കാരിയ. അപ്പൊ വേദ പഠിതാക്കൾ ചിലർ പറയുന്നത് അഭിഷിക്തനാകുന്ന ഏലിയാവിന് വിരോധമായിട്ടും ഇവൾ അവിടെ ദൈവത്തോട് പറഞ്ഞ് ക്ഷുദ്രം ചെയ്തിരിക്കുക, ആഭിചാര ശക്തികൾ നിന്ന് വാദിക്കുക. ഒരു കാര്യം ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് പറ, നന്നായിട്ട് പറ. ഒരാൾ പറഞ്ഞാൽ മതി, എല്ലാവരുടെ ബഹളം ഉണ്ടാക്കണ്ട, എല്ലാവരുടെ പ്രതിനിധീകരിച്ച് ചോറ് ബന്ധമൊന്നും എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ പോരെ. ഒരാൾ എഴുന്നേറ്റ് പറ. ആരുമില്ലേ? അതാരാ പറഞ്ഞു? നീയാണോ പറഞ്ഞു? അവനോട് കാലേബ് പറഞ്ഞു കറക്റ്റ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വാക്യം പറഞ്ഞിങ്ങനെ തുള്ളിച്ചാടി നടക്കരുത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ഗ്ലോറി, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കത്തില്ല, വിക്ടറി. നല്ലതാ, വാക്യമൊക്കെ കറക്റ്റാ. പക്ഷേ എങ്ങനത്തെ യാക്കോബാ? ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. വായിച്ച് നിങ്ങൾ ആ വാക്യം വായിച്ച്, സംഖ്യ 23:23. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അത് കറക്റ്റാ. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കത്തില്ല. അത് ശരിയാ. പക്ഷെ എങ്ങനത്തെ യാക്കോബ? 22-ാം വാക്യം വായിച്ച യാക്കോബ് എങ്ങനത്തെയാണ്? ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആ യാക്കോബിന് ആഭിചാരം പറ്റാത്ത. ഇനി എന്റെ ശൈലി പറയാ, ഉണക്ക കയ്യടിയും ഉണക്ക പ്രാർത്ഥനയും ഉണക്ക സ്തോത്രവും പറഞ്ഞ നീ അടിമേടി ചൂപ്പാട് വരും. കയ്യടിയൊക്കെ കണ്ടില്ലേ? സ്തോത്രം പറയാൻ അമ്മാമ്മയ്ക്ക് ശബ്ദം പൊങ്ങുകയല്ല, മുറ്റത്തിറങ്ങി അലറാൻ നല്ല ശബ്ദമാണ്. ഓടിവായോ. 5 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്നവര് മുറ്റത്ത് വന്നു. യോഗത്തിന് വരുമ്പോൾ മിണ്ടാട്ടമില്ല, ഊമം തിരിഞ്ഞിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ചുണ്ടലി കൂർപ്പിക്കുന്നത് പോലെ സ്തോത്രം. വീട്ടിൽ ചെന്ന് അമ്മയമ്മളൂടെ ബഹളം ഉണ്ടാക്കുമ്പം നാട്ടുകാർ മുഴുവൻ കൂടി. ഭാര്യയും ഭർത്താവിടെ ഉടക്കുണ്ടായപ്പോൾ പഞ്ചായത്ത് മെമ്പർ വരെ വന്നു. അവിടെ വെളി നിന്നതാ. എന്നിട്ട് അവർ വന്ന് പറയാ, ശാന്തമാകും നമ്മളോട്. പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻ പെന്തിക്കോസുകാരി അമ്മാമ്മ സാറാമ്മയോട് പറയാം, സാറാമ്മ ശാന്തമാകും. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ട് കാണും. വാർഡ് മെമ്പർ അബ്ദുള്ള കോയ പെന്തിക്കോസുകാരൻ അച്ചായൻ അവറാച്ചോണ്ട് പറയാം, അവറാച്ചായ ശാന്തമാകും. എന്നെ ആർക്കും അനക്കമൊന്നുമില്ലാത്ത സ്തോത്രം. ഭയങ്കര അണ്ണാക്ക. ദൈവസന്നിധി വന്നാൽ മിണ്ടാട്ടമില്ല. ഇതെല്ലാം കർത്താവ് കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല, ശരിയാ. എങ്ങനത്തെ യാക്കോബ? കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബ. എന്റെ ഭാഷ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ആത്മ നിറവുള്ള ദൈവത്തിന്റെ പൈതൽ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിനക്കൊരു ആഭിചാരവും പറ്റുകയില്ല. പ്രൈസ് ദ ലോർഡ്. ആഭിചാരം പറ്റത്തില്ല, പക്ഷെ നിനക്കെതിരെ ക്ഷുദ്രങ്ങളും തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ അതിന്റെ ഫൈറ്റിംഗ് ഉണ്ടാകും. അപ്പൊ ഏലിയാവ് ഭയപ്പെടാനുള്ളതിന്റെ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്, ഈ സ്ത്രീ ക്ഷുദ്രമൊക്കെ ചെയ്യുന്ന സ്ത്രീയാ. അതിന്റെ പോരാട്ടങ്ങളുണ്ട്, പകലും കാട്ടല്ലോ. പക്ഷെ പേടിക്കരുത്. യാക്കോബ് പറഞ്ഞിരിക്കുന്ന വാക്യം ഓർത്തോണം, എതിർത്ത് നിൽപ്പീൻ,
എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നീ ആത്മാവിൽ പോരാടി എതിർത്തോണം. സ്വയശക്തി കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വയശക്തി കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല. ആത്മശക്തിയാൽ ഹല്ലേലൂയ. കായബലം കൊണ്ട് പിശാചിനെ ജയിക്കാൻ ഒക്കത്തില്ല. ആത്മബലം കൊണ്ടേ ഒക്കൂ. അതോടിച്ച് അവസാനിപ്പിക്കാം. ഏലിയാവ് ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് കിടക്കുക. അപ്പോൾ ആ ദൂതൻ വന്ന് രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ദൈവത്തിന്റെ മഹത്വം ഹോരേബിൽ ചെന്നു. ഒറ്റവാക്കി പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാ. ഏലിയാവിനെ തട്ടി. അവിടെയും ഇങ്ങനെ ചിന്തിച്ചോ, സർവജ്ഞനായ ദൈവത്തിന്റെ കരസ്പർശനമേറ്റു. തട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ ചെന്നു. ഹോരേബിനെ പറ്റി ഒത്തിരി കാര്യം പറയാനുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പർവ്വതമാണ്. സ്തോത്രം. വേർപാട് നടന്ന പർവ്വതമാ ഹോരേബ്. വേർപാട്. കാരണം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6, 7 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേർപാടിനെ കാണിക്കുന്നതാ. ആ സ്ഥലത്തോട്ടാ ചെന്നത്. മോശെ കൂടാരം എടുത്ത് പാളയത്തിന്റെ പുറത്ത് അതിന്റെ ആ കണ്ണിക തീരുന്നത് പോന്നു. അതിന്റെ മേളിൽ ഒരു കണ്ണിക ഉണ്ടല്ലോ. ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി. ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. വേർപാട് നടന്ന സ്ഥലം ആ പർവ്വതം. ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി. ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അതാ വേർപാടിന്റെ പർവ്വതമായത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. 32 എടുക്കണം കാളക്കുട്ടി ഉണ്ടാക്കിയതാ. ഈ ദോഷകരമായ വചനം കേട്ടപ്പോൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു. അത് ഹോരേബ് പർവ്വതത്തിൽ വെച്ചാ വേർപാടിനെ കാണിക്കുന്നതാ. അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഏലിയാവിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുന്നതാ ഉചിതം. മരണഭീതി മാറി, ചിത്തഭ്രമം മാറി, ആകുലചിന്ത മാറി, ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം കൊണ്ട് എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. മരണഭീതിയാൽ കിടന്ന വ്യക്തിയുടെ മരണഭീതി മാറ്റി ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ദൈവം കൊണ്ട് എത്തിച്ചു. ഈ ദിവസങ്ങളിൽ ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ മരണഭീതി ദൈവം മാറ്റും. കോവിഡാ ബിമ്മിഷ്ടം ഉണ്ടെന്നാ തോന്നുന്നത്. രാത്രി ഞെട്ടിയിടുന്ന ശ്വാസം മുട്ടുന്നത് പോലെ മറ്റവൻ കൊണ്ടുവരുന്നതാ. മിക്കവാറും വെളുപ്പിക്ക് വന്ന് ആംബുലൻസ് വരുമോ? എന്നാത്തിന്? ഭീതിയാ. അത് പിശാച് കൊണ്ടുവരുന്ന ഭീതിയാ. ഇന്ന് രാത്രി ജയിച്ചോണം. നിന്റെ വീട് വിലാപഭവനമാകത്തില്ലെന്ന്. ഈ രോഗത്തിന് യേശു സൗഖ്യം വരുത്തുമെന്ന്. ഈ രോഗം നസ്രയം മാറ്റി തരുമെന്ന്. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം വരുത്തും. നിന്റെ ചിത്തഭ്രമങ്ങളെ മാറ്റും. മരണഭീതി മാറ്റും. ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്നെ കൊണ്ട് എത്തിക്കും. ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. 1-2 കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ ഭാഗം അങ്ങ് നിർത്താം. ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ദിവ്യദർശനം ഉണ്ടാകും. ദിവ്യദർശനം. പോരാട്ട ദർശനമല്ല. പിന്നെ അതാ നമ്മൾ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളാണ്. പാമ്പ് തെറ കൂടിയിരിക്കുന്നു. 2 പോത്ത് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നു. എൻ്റെ അമ്മാമ്മയെ മിനിഞ്ഞാൻ തന്നെ ആന ചവിട്ടാൻ പാമ്പാടി രാജന് നിന്നെ എന്തിനാ? എന്നാന്നറിയാൻ അപ്പുറത്തെ പട്ടി ഞങ്ങളുടെ വാതൊക്കെ വന്ന ഓലിയാനിടുന്നത്. ഞാൻ കല്ലെടുത്ത് 3 വട്ടം എറിഞ്ഞപ്പോൾ അത് അപ്പുറത്തെ കൂടെ വന്ന് അടുക്കള വാതിൽ വന്ന് ഉള്ള പേക്കിനാവെല്ലാം കണ്ട് മുഖവും വല്ലാതായി ആണ്ട് കാണുന്നത് മുഴുവൻ നാശകോടാലിയ.
എൻ്റെ അമ്മാമ്മ എന്നാന്നറിയാൻ പറ്റില്ല, കൂടെ കൂടെ ശവപ്പെട്ടി കാണുന്നു. അത് നല്ലതാ, എന്നില്ല കുറച്ചെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കും. കാനോച്ചൻ പണ്ട് പറഞ്ഞതുപോലെ അങ്ങേറ്റത്തൊരു ശവപ്പെട്ടി നിന്നെ വിളിക്കുന്നു, ലില്ലിക്കുട്ടി ഇങ്ങോട്ട് വാടി വാടി എന്ന് പറഞ്ഞ്. ചാക്കോ ഇങ്ങോട്ട്, മേഴ്സിയെ വാ, ശവപ്പെട്ടി നിന്നെ വിളിക്കുക. അത് കാണുന്ന നല്ലതാ, കുറച്ചെങ്കിലും വചനം കേട്ടിട്ടോ ഒരു രൂപാന്തരം വരുന്നില്ല. ശവപ്പെട്ടിയെങ്കിലും കാണുമ്പോൾ എൻ്റെ ദൈവമേന്ന് സ്തോത്രം. മനസ്സിലായോ? ദിവ്യദർശനം കാണണം. അപ്പൊ ദൈവത്തിന്റെ കരം വന്നാൽ ദിവ്യദർശനം കാണും. വായിച്ചേ യഗസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 1, 2, 3 ഒന്ന് വായിച്ചേ. മൈക്കിൽ കൂടെ 6-ാം ആണ്ട് മൈക്കിൽ കൂടെ വായിര്. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുകയും അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നെന്ന എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റെന്ന എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണ്ണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു അടുത്തത്. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്റെ തലമുടിക്ക് കയറി പിടിച്ചു. അങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് ഈ യഗസ്കേൽ വീട്ടിലിരിക്കുക, മൂപ്പന്മാരെല്ലാം കൂടെ ഉണ്ട്. ഇത് ബാബേലിൽ വെച്ചാ ടെൽ അബീബ് കോളനി യഹൂദന്മാരുടെ ഒരു കോളനിയാണ്. ആ കോളനിയിൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യഹൂദ മൂപ്പന്മാരുമുണ്ട്. പെട്ടെന്ന് യഹോവയുടെ കൈ നീണ്ടു വന്നു, മുടിക്കുത്തിന് കയറി പിടിച്ചു. മുടിക്കുത്തിന് പിടിച്ച് നേരെ മേപ്പോട്ടങ്ങ് കൊണ്ടുപോയി. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പം പറയും, നിങ്ങളും കേട്ടിട്ടുണ്ടോ ഒന്നുകൂടെ പറയാം, മുടി പിടിച്ച് വലിച്ചാൽ വേദന ഉണ്ടാകും ഇല്ലേ? ഇപ്പം ഉദാഹരണമാ, അമ്മമാർക്ക് പെട്ടെന്നറിയാം. കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു 8 മാസമോ 9 മാസമോ ഒക്കെ ഉള്ള കൊച്ചാന്ന് അമ്മ ഇങ്ങനെ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല സൗന്ദര്യമല്ലേ? എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ സൗന്ദര്യമുള്ളവരാ. സ്തോത്രം. നിങ്ങൾക്ക് ചില കൊച്ചുങ്ങളെ കാണുമ്പോൾ ഇഷ്ടമല്ല, അത് പാടില്ല. കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഞാനൊരു പരമാർത്ഥം പറയാം, പറയണമല്ലോ. എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഈ വെളുത്ത പിള്ളേരെയാണ് ഇഷ്ടം, കറുത്ത പിള്ളേരെ ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് നേരത്തെ 2 എണ്ണം കിട്ടിയപ്പോൾ എന്താണ്ട് നല്ലതുപോലെ കറുത്തത്. എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ആരും കയറി ഉടക്കാനും വരികയല്ലോ. അവളിപ്പോൾ അംഗീകരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കറിയരുതോ? കാരണം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കറുത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. 2 എണ്ണം ബതയ്ക്കുന്ന കൊയ്യും. എല്ലാവരോടും കൂടിയാ. സ്തോത്രം. എല്ലാവരോടും കൂടിയാ. പേര് ഞാൻ പറയത്തില്ല. ഒരാൾക്ക് കറുത്ത പിള്ളേരെ ആരെ ഇഷ്ടമല്ല, മൈൻഡ് ചെയ്യത്തില്ല, പിള്ളേരെ ഉള്ളിക്കില്ല. ഞാനിതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയമാണ്. വളരെ ശ്രദ്ധിച്ചോണം. എല്ലാവരോടും കൂടാ. എല്ലാവർക്കും കുഞ്ഞുങ്ങൾ വലുതാണ്. ദൈവം കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾ വലിയതാണ്. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമ്മയുടെ കൈത്തണ്ട കിടന്ന് മുലപ്പാൽ നുകർന്ന് കുടിക്കുമ്പം ആ മുഖത്തോട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ഉമ്മ വെക്കാൻ ചെല്ലുമ്പോൾ കൊച്ചു പിടിച്ച് വലിക്കും മുടിക്ക്. അന്നേരം അയ്യോ, കൊച്ചിനെ തല്ലാൻ പറ്റുമോ? വേദനയാണ്. അപ്പം മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയാലോ? അതിവേദനയാണ്. അപ്പോൾ മൂപ്പന്മാരുടെ മധ്യത്തിൽ നിന്ന് മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് ആകാശത്തിന്റെ ഭൂമിക്ക് മധ്യ ഉയർത്തുക. ആമ യഗസ്കേൽ ഓർത്ത് കാണു. ആമ അതിവേദനയാ, തീരാൻ പോകുക, നശിക്കാൻ പോകുക, ഇതുകൊണ്ടെല്ലാം അസ്തമിക്കാൻ പോകുക. പക്ഷെ അങ്ങനല്ല. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, ഈ മുടിക്കുത്തിന് പിടിച്ച് മേപ്പോട്ട് ഈ കരത്തിൽ തൂങ്ങി കൊണ്ടുപോയത് എന്തിനാ? ഭൂമിയുടെ ആകാശത്തിന്റെ മധ്യ ഉയർത്തി ദിവ്യ ദർശനം തരാനാ. ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ നിനക്ക് ദിവ്യ ദർശനം ഉണ്ടാകും. പോരാട്ടം കണ്ടോണ്ട് നിന്റെ ആയുസ് തകർത്ത് കളയാനല്ല, പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ല, ദിവ്യ ദർശനം കാണ്.
Praise the Lord. ദിവ്യദർശനം കാണ്. പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ല, പ്രതികൂലം കണ്ടോണ്ടിരിക്കാനല്ല, പ്രതികൂലങ്ങൾ കണ്ടിരിക്കാനല്ല. ദിവ്യദർശനം കാണ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഓ ഓ ജീസസ്. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, യെസക്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല.